140 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മുരുകൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിനടുത്ത് സെലങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബത്തു കേവ്സിലെ അമ്പലത്തിലാണ്. കോലാലംപൂരിലെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും 18 കിലോമീറ്ററാണ് ഈ അമ്പലത്തിലേക്കുള്ള ദൂരം. കേരളം പോലുള്ളൊരു ജോഗ്രഫിയാണ് അവിടെ മൊത്തം. ഞങ്ങൾ കാറിലാണ് പോകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് വേണ്ടവർക്ക് അതും അങ്ങോട്ടേക്കുണ്ട്. ഇതാണ് ബത്തു കേവ്സ് എന്ന പ്രശസ്തമായിട്ടുള്ള മുരുകൻ്റെ ക്ഷേത്രം. അങ്ങോട്ടേക്ക് കയറുമ്പോൾ കുറേ ഷെഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ കാറുകൾക്കും മറ്റു വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. 1878 അമേരിക്കൻ സയൻറ്റിസ്റ്റായിരുന്ന വില്യം ഹെർനാഡിയാണ് ഈ ഗുഹകൾ കണ്ടെത്തിയത്. പക്ഷേ ഒരു തമിഴ് വംശജനായിരുന്ന കെ തമ്പുസ്വാമി പിള്ള എന്ന് പറയുന്നൊരു വ്യാപാരി ഈ ഗുഹാ സമുച്ചയത്തെ ഒരു ഹിന്ദു ആരാധനാ കേന്ദ്രമായിട്ട് ഉയർത്തി. അദ്ദേഹം 1890 ഇവിടെ വരികയും 91 ഇവിടെ ഒരു അമ്പലം പണിയുകയും 92 തൈപ്പൂയം ആഘോഷം ഇവിടുന്ന് തുടങ്ങുകയും ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും തൈപ്പൂയം ഇവിടെ ഭയങ്കരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ടൺ സ്റ്റീൽ, 1550 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ്, പിന്നെ 300 ലിറ്റർ സ്വർണ്ണ പെയിൻ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. തായ്ലൻഡിൽ നിന്നാണ് ഈ ഒരു പ്രതിമ കൊണ്ടുവന്നത്. 1940 272 കോൺക്രീറ്റ് പടികൾ ഈ മുകളിലേക്ക് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. 2018 ഇതിനെ പെയിൻ്റൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്ത് മനോഹരമാക്കി. ഒരു മുരുകക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ ആചാരങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. നേർച്ചകളായിട്ടൊക്കെ പോകുന്ന ഇഷ്ടംപോലെ ഭക്തജനങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയും ഭക്തജനങ്ങൾ തലമൊട്ടായിരിക്കാറുണ്ട്. നൂറുകണക്കിന് വ്യത്യസ്തമായിട്ടുള്ള ജീവികളുടെ ആവാസ ഒരു കേന്ദ്രം കൂടിയാണ് ഈ ബത്തു കേവ്സ്. കൂടുതലും കുരങ്ങന്മാരും വവ്വാലുകളൊക്കെയാണ് ഉള്ളത്. 40 കോടി വർഷത്തിലധികം പഴക്കമുള്ള ഒരു ചുണ്ണാമ്പ് ഗുഹയാണ് ബത്തു കേവ്സ്. പെട്ടെന്ന് കണ്ടാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നുമെങ്കിലും പക്ഷേ അങ്ങനെ ഒന്നും കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണിത്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് രൂപപ്പെട്ടതാണ് ഈ ഒരു രൂപം. ഈ കാണുന്ന വലിയ ഗുഹകളല്ലാതെ ചെറിയ ചെറിയ നൂറുകണക്കിന് ഇഷ്ടംപോലെ ഗുഹകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇതിന് സമീപത്തോടെ ഒഴുകുന്ന ബട്ടു പഹാദ് എന്ന് പറയുന്നൊരു നദിയിൽ നിന്നാണ് ഈ പേര് കിട്ടിയെന്ന് പറയപ്പെടുന്നു. ബട്ടു എന്ന് വെച്ചാൽ മലായ് ഭാഷയിലെ പാറ. ഗുഹയ്ക്കുള്ളിലാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ലൈറ്റിംഗ് ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. വെള്ളം, ബാത്റൂം ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇന്ത്യയിലുള്ള ചില അമ്പലങ്ങളെ പോലെ ക്യാമറ നിരോധിച്ചിട്ടുള്ള സ്ഥലമൊന്നുമല്ല ഇവിടെ. കാരണം ടൂറിസം ഡെവലപ്മെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ക്യാമറയ്ക്കൊന്നും നിയന്ത്രണമില്ല. ഇവിടെ ഇന്ത്യക്കാർ മാത്രമല്ല, കുറേ രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട്, വന്ന് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ഒരു പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രത്തെക്കാൾ ഉപരി ഇവിടെ ഒരു ടൂറിസം സെൻറ്ററും കൂടിയാണ്. ഇതാണ് അവിടുത്തെ മുരുകൻ്റെ പ്രതിഷ്ഠ. സാധാരണ തമിഴ്നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ നടക്കുന്ന എല്ലാ പൂജകളും നേർച്ചകളും ആചാരങ്ങളും എല്ലാം അതിലും കേമമായിട്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ടാൽ തോന്നും കേട്ടോ. കുറച്ചൊരു സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ശ്രീവല്ലിയുടെ ഒരു പ്രതിഷ്ഠയും അവിടെ കാണാൻ പറ്റും. ഗുഹ ഒരു അത്ഭുതം തന്നെയാണ്, എത്ര കണ്ടാലും മടുക്കുന്നില്ല. പെട്ടെന്ന് ഗുഹയൊക്കെ കാണുമ്പോഴത്തേക്കും മഞ്ഞുമൽ ബോയ്സിലെ സീനൊക്കെയാണ് ഓർമ്മ വരുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ മലയൻ നാടുകളിൽ എന്ന കൃതിയിൽ ബത്തു ഗുഹകളെ പറ്റി പറയുന്നത് കൊള്ളക്കാരുടെ താവളം എന്ന നിലയിലാണ് കേട്ടോ. ഒരു തീർത്ഥാടന കേന്ദ്രത്തിനെ ടൂറിസം കേന്ദ്രം കൂടിയാക്കി മാറ്റിയിട്ട് ആ നാടിന് എത്രത്തോളം ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നമുക്ക് മലേഷ്യയെ കണ്ട് പഠിക്കാം അല്ലേ.
ഭക്തജനങ്ങൾ പലതരം നേർച്ചകളായിട്ടൊക്കെ അതുവഴി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് ഇന്ത്യയിലുള്ള അമ്പലത്തിലൊക്കെ നടക്കുന്ന പോലെ തന്നെ. ഇത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു സോവറിൻ ഷോപ്പാണ്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. നൂറുകണക്കിന് ആൾക്കാർക്കാണ് ഇതിനോടനുബന്ധിച്ച് ജോലിയൊക്കെ വരുമാനമൊക്കെ കിട്ടുന്നത്. അമ്പലം പണ്ട് മുതൽക്കേ ഫേമസ് ആയിരുന്നു മലേഷ്യയിൽ. എന്നാലും 2007 തമിഴ് സൂപ്പർ സ്റ്റാറായിരുന്ന അജിത്തിൻ്റെ ഒരു സിനിമ ബില്ല എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷമാണ് കൂടുതലും ലോക പ്രശസ്തിയിലോട്ട് ശ്രദ്ധിക്കപ്പെട്ടത് എല്ലാവരും. അങ്ങനെ ഒരു മുരുകൻ്റെ വിഗ്രഹം കാണാനായിട്ട് ആൾക്കാരുടെ ഒഴുക്ക് കൂടി. തിരിച്ച് താഴെ ഇറങ്ങുമ്പോഴത്തേക്കും താഴെയുണ്ട് കേട്ടോ കുറേ അമ്പലങ്ങളൊക്കെ. ആയിരക്കണക്കിന് ആൾക്കാർ ദിവസം വരുന്നുണ്ടെങ്കിലും നല്ല വൃത്തിയായിട്ടും ഒക്കെ തന്നെയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്തൂടെ ഒഴുകുന്നൊരു നദിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ട് ഇനി പോകുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് 5 റിങ്കറ്റിന് അകത്തേക്ക് കയറുന്നൊരു സ്ഥലം കണ്ടു. 5 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 രൂപയ്ക്ക് അടുപ്പിച്ചാണ് വരുന്നത്. അമ്പലത്തിലേക്ക് കയറാൻ ഫീസൊന്നുമില്ല, പക്ഷേ ഇത് സൈഡിലുള്ള എന്തോ ഒരു അട്രാക്ഷനാണ്. കുറേ മീനൊക്കെ വളർത്തുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേ ജീവികളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയത്. അവിടുന്ന് തന്നെ ഫിഷ് ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് മീനുകളെയൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. മീനുകളും വ്യത്യസ്തമായിട്ടുള്ള ആമകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് ആ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്താണ് പോയി നിൽക്കുന്നത്. നാച്ചുറലായിട്ട് വരുന്ന വെള്ളച്ചാട്ടമാണ്. സൂപ്പറാട്ടോ. ആൾക്കാർക്ക് ഇറങ്ങാനോ കുളിക്കാനോ പെർമിഷനൊന്നുമില്ല. അതെന്തായാലും നന്നായി. പിന്നെ ഇതുപോലെ എക്സോട്ടിക് ബേർഡ്സിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ഗുഹയും അവിടെ കണ്ടു. ഈ ഗുഹയ്ക്കുള്ളിലും ഇതുപോലുള്ള മുരുകൻ്റെ ഐതിഹ്യവും പുരാണമൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ 5 റിങ്കറ്റിന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും ഇങ്ങോട്ടും കൂടെയുള്ള പെർമിഷനാണ് കിട്ടിയിട്ടുള്ളത്. ഇത് അവിടെ കണ്ടൊരു സ്റ്റേജാണ്. എന്തോ പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. ഇത് അരണ്യത്തിൻ്റെ ഏതോ ഒരു ജനുസിലുള്ളൊരു പക്ഷിയാണ്. ഇത് ഓന്തിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഗിനിപ്പന്നിയാണോ എന്ന് അറിയില്ല, ഡൗട്ടുണ്ട്. പിന്നെ ഇത് മയിലുകൾ. മുരുകൻ്റെ ക്ഷേത്രമാണെങ്കിൽ എന്തായാലും മയിലുകളൊക്കെ ഉണ്ടാവുമല്ലോ. വെള്ള മയിലും ഉണ്ട്, സാധാരണ മയിലും. അങ്ങനെ കുറേ മയിലുകളൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ലവ് ബേർഡ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജീവിയാണ് മുയലുകൾ. എന്ത് ക്യൂട്ടാല്ലേ. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുറേ ലോക്കൽ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് വേറൊരു രാജ്യമാണെന്ന് തോന്നുന്നില്ല, ഇന്ത്യ ആണെന്ന് തോന്നത്തുള്ളൂ. കുറേ ഷോപ്പുകൾ. പിന്നെ ഇതുപോലുള്ളൊരു വളക്കട ഞാൻ ഇന്ത്യയിൽ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളി. നമുക്കിന്നെ വളയോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടങ്ങ് വിട്ടു. ഇത് അതിന് തൊട്ടടുത്തുള്ളൊരു ഹനുമാൻ്റെ വിഗ്രഹവും ക്ഷേത്രവും ഒക്കെയാണുള്ളത്. അങ്ങനെ എത്ര കണ്ടാലും തീരാത്തത്ര കാഴ്ചകളുള്ളൊരു അട്രാക്ഷൻ തന്നെയാണ് ബത്തു കേവ്സ്.